ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ ചെറിയൊരു ചാറ്റൽ മഴയോടുകൂടിയാണ് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വഴിയെ ഞാൻ പറയാം കേട്ടോ. രാവിലെ തന്നെ മക്കൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് അവരുടേതായ കലാപരിപാടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അവർക്ക് ബർത്ത്ഡേക്ക് ഇട്ടിട്ടുള്ള കുറേയധികം പാവക്കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം എടുത്ത് അടുക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം വാരി താഴെ ഇടുകയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതായത് സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ജൂൺ 7-ാം തീയതിയാണ് മക്കളുടെ ജനനം. മക്കൾക്ക് 1 വയസ്സായ സെലിബ്രേഷനായിരുന്നു ഈ ഇടയ്ക്ക് കഴിഞ്ഞിരുന്നത്. ജൂൺ 16-ാം തീയതി ഞങ്ങളുടെ അതായത് വിവാഹ ദിനമാണ് കേട്ടോ. വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. നമ്മൾ രണ്ടുപേരും അന്ന് കുറച്ച് ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്. രണ്ടുപേരൊന്നല്ല, മക്കളും എല്ലാം തന്നെ ലേറ്റായിട്ടൊക്കെ വന്നു. മീനൊക്കെ ഓൾറെഡി നൈറ്റ് കട്ട് ചെയ്ത് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, മാങ്ങാ പുളിശ്ശേരി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഞാനും ചേട്ടനും ചേർന്നിട്ടായിരുന്നു ഫുഡ് എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ മീൻകറിയും മാങ്ങാ പുളിശ്ശേരി അങ്ങനെ അത് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അരിയടുപ്പിലൊക്കെ ഇടാൻ വേണ്ടി ഒരുങ്ങി. പിന്നെ ചായയൊക്കെ ഇട്ടു. മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുറുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് കാച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കുന്നതിൻ്റെ പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ തന്നെയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാമ്പഴപ്പുളിശ്ശേരി കൂട്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അത് അവിയലും മാമ്പഴപ്പുളിശ്ശേരിയും പപ്പടവും ഇതെല്ലാം ഇപ്പോൾ ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ കൂടി ചായയൊക്കെ ഇടാൻ വേണ്ടി ഒരുങ്ങി. രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ ചേട്ടൻ വിഷസ് അറിയിച്ചുകൊണ്ടായിരുന്നു എഴുന്നേറ്റിരുന്നത്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ കൂടുതൽ ഓർത്ത് വയ്ക്കുന്നത് ചേട്ടനാണ് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയില്ലെന്നല്ല, എന്നാൽ കൂടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഓർത്തോർത്ത് കാര്യങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, എല്ലാത്തിനും എന്നേക്കാൾ മുൻപന്തിൽ ചേട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം തിരുവി അരയ്ക്കാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറുക്കൊക്കെ റെഡിയാക്കി. മറ്റു കാര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ കരയുന്നുണ്ടോ, കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പോയി ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ ഇടയ്ക്ക് വരികയും പോവുകയും കുരുത്തക്കേട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ 2 വർഷങ്ങൾ കംപ്ലീറ്റ് ആയ ഒരു ദിവസം കൂടിയായിട്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഡെലിവറി കുറച്ച് നേരത്തെ ആയിരുന്നു. അല്ലെങ്കിൽ ജൂൺ 7 എന്നായിരുന്നു കുഞ്ഞുങ്ങളുടെ ജനനസമയം. നമുക്കിപ്പം ഒരു സിസേറിയൻ കഴിഞ്ഞത് ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഏകദേശം അവരുടെ ജനനവും ജൂൺ 16 അടുപ്പിച്ചൊക്കെ തന്നെ ആയേനെ കേട്ടോ. എന്നാൽ കൂടി എല്ലാം കൊണ്ടും ഒരു ജൂൺ മാസം നമ്മളുടെ സന്തോഷം നിറഞ്ഞ ഒരു മാസമാണെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കഷ്ടതകളും സന്തോഷങ്ങളും എല്ലാം കൂടി നിറഞ്ഞത് തന്നെയാണ്. പിന്നെ ജീവിതമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, എപ്പോഴും സന്തോഷമായിരുന്നാൽ പറ്റില്ലല്ലോ അല്ലേ. പിന്നെ ചേട്ടൻ മീൻകറിയൊക്കെ വെച്ചു, മോര് കാച്ചി വെച്ചു, അതായത് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്തു. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ മെയിൻ കളിസ്ഥലം എന്ന് പറയാം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പാവയ്ക്ക കൊണ്ടാട്ടവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് പറയുന്നത് പാവയ്ക്ക ഫ്രൈ തന്നെയാണ് കേട്ടോ. പാവയ്ക്ക ചെറുതായിട്ട് എരിഞ്ഞ് അത് മുരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മോരും മീൻകറിയും പാവയ്ക്കയും എല്ലാം ചേർന്ന് അടിപൊളി ഒരു ഊണായിരുന്നു ഉച്ചയ്ക്ക്. അങ്ങനെ ഇടയ്ക്ക് ചേട്ടൻ പാചകം ചെയ്യുന്ന സമയത്ത് പൂമ്പാറ്റപ്പെണ്ണ് ചേട്ടൻ്റെ അടുത്ത് വന്നു. പിന്നെ മക്കളെ 2 പേരെയും കുളിപ്പിച്ച് ഒരുക്കി സുന്ദരി കുട്ടികളാക്കി പുത്തനുടുപ്പൊക്കെ ഇടിയിച്ച് തത്തമ്മ കുട്ടികളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ ഫീഡ് ചെയ്ത് അവരെ ഉറക്കി, പിരിയൊക്കെ ഇടി സുന്ദരി കുട്ടികളാക്കി ഉറക്കി. പിന്നെ ഞാൻ പോയി റെഡിയൊക്കെ ആയിട്ട് വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ്. പിന്നെ അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ചേട്ടൻ അവരെ എടുത്തുകൊണ്ട് അവരെ കൊണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് അവരുടെ കയ്യിൽ നിന്നും ഓരോ ഉമ്മ വീതം വാങ്ങിച്ച് തന്നു കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേട്ടൻ കടയിൽ പോയി പുറത്തു പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ എനിക്ക് വാങ്ങി തന്ന എൻ്റെ ചോക്ലേറ്റ് 2 മകളും കൂടെ കൈവശമാക്കി കേട്ടോ. 2 പേരും പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പിടിവലിയായി. കണ്ടില്ലേ?
പിന്നെ രാവിലെ തന്നെ ചേട്ടൻ പുറത്തു പോയി മസാല ദോശയും കറിയും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. അതായത് വെട്ട് കേക്ക്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും എല്ലാം കഴിച്ചിരുന്നത് തന്നെയാണ്. എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം ചേട്ടൻ അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെല്ലാം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഉച്ചയൊക്കെ ആയ സമയത്ത് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ അച്ഛൻ കഴിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും പോയി പാപ്പം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ത് കഴിച്ചാലും അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഈവനിങ് ആയപ്പോൾ ചേട്ടൻ പായസമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രഹ്മസലിയാണ് വെച്ചിരുന്നത്. അത് വെച്ചത് അച്ഛനായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും വാങ്ങി കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടെ നിന്നു. അച്ഛൻ അത് പായസം വെച്ച് തന്നു. കാരണം മക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കളെ എടുക്കാൻ എപ്പോഴും ഒരുപാട് കൂട്ടുകാർ വീട്ടിൽ വരാറുണ്ട് കേട്ടോ. ഡെയിലി എന്നും അങ്ങനെ തന്നെയാണ്. അവരോട് കളിക്കാനും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ ഒരു 5-6 വീട് നമുക്ക് ചുറ്റുമുള്ള വീട്ടിലുള്ള എല്ലാവർക്കും മധുരം കൊടുക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ നാത്തൂനും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ വലിയ സെലിബ്രേഷനായിട്ട് നടത്തണമെന്ന്, പക്ഷേ അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അവരെല്ലാം വരുന്നതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ മക്കളുടെ ബർത്ത്ഡേക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വരുന്നുണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകണമെന്നാണ്. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു. അതിന് ശേഷമാണ് ഈ പായസത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നതൊക്കെ. അങ്ങനെ അച്ഛൻ നല്ല അടിപൊളി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യും എല്ലാം ചേർത്ത് അടിപൊളി ഒരു പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ചേട്ടൻ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റുമൈസയും രാംലാലും ആണ്. ഇത് എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. കാരണം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരെല്ലാം ഇപ്പോൾ ഒരുപാട് നാളായി കണ്ടിട്ട്. അവരെല്ലാം എൻ്റെ അടുത്ത് ഞാൻ പ്രഗ്നൻ്റായി കുഞ്ഞുങ്ങൾ ജനിച്ച സമയം തൊട്ട് മക്കളെ കാണണമെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് അവർ 2 പേരും അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അത്രയും ലോങ്ങാണ് കേട്ടോ. 2 പേരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് അവരെല്ലാം വന്നത്. മക്കളെ കാണിക്കാൻ വേണ്ടി ഇത്രയും ദൂരം 2 പേരും വന്നു കേട്ടോ. അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഓഫീസ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ ഇപ്പം കൊണ്ടുപോകുന്നതായിക്കോട്ടെ തിരിച്ച് കൊണ്ടുവരുന്നതായിക്കോട്ടെ എല്ലാത്തിനും ഈ 2 പേരും കട്ട സപ്പോർട്ടായിട്ട് നിന്ന 2 കൂട്ടുകാരാണ് കേട്ടോ. ഞാനും ഹോസ്റ്റൽ ലൈഫായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വന്ന സമയത്ത് ആദ്യം അവരുടെ കൈകളിലേക്ക് പോകാനൊന്നും തയ്യാറായില്ല. നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ പായസം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊടുത്തപ്പോൾ 2 പേരുടെ കൈകളിലേക്ക് അങ്ങനെ മാറി മാറിപ്പോയി കേട്ടോ. അപ്പോഴേക്കും ചേട്ടൻ അടിപൊളി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ചിക്കൻ കറിയായിരുന്നു. പിന്നെ മക്കൾ കുറച്ച് നേരം കൂട്ടുകാരോടുകൂടി അവരുടെ പുത്തൻ വണ്ടിയൊക്കെ പരിചയപ്പെടുത്തി കുറച്ച് നേരം അവരോടൊപ്പം ഇരുന്നു. അപ്പോഴേക്കും നാത്തൂനും മക്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അൺഎക്സ്പെക്റ്റഡായിട്ടായിരുന്നു എല്ലാം എന്ന് തന്നെ പറയാം കേട്ടോ. വന്നപ്പോഴേക്കും ഒരു മനോഹരമായ കേക്ക് എനിക്കും ചേട്ടനും വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാര്യങ്ങളിലായിക്കോട്ടെ മക്കളുടെ കാര്യങ്ങളിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നാത്തൂനും മക്കളും കുടുംബവും ആയിക്കോട്ടെ, നാത്തൂൻ്റെ കുടുംബം ഫുള്ളായിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും അവരെ കഴിയുന്ന സഹായങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ ചെയ്തു തരാറുണ്ട് കേട്ടോ. നമ്മളുടെ ഈ ഒരു ദിവസം അത്രയും മനോഹരമാക്കി തീർക്കാൻ വേണ്ടി കൂട്ടുനിന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കാരണം ഞാനിതൊന്നും എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ നടക്കുമോ എന്നൊന്നുപോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത് 2 മക്കൾ ചേട്ടനുമൊത്ത് ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് നല്ല നല്ല നിമിഷങ്ങൾ, സത്യം പറയാം വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു ദിവസവും നിമിഷമൊക്കെയാണ് കേട്ടോ. സർവേശ്വരൻ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹവും തരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം നിറഞ്ഞത് തന്നെയാണ് നമ്മുടെയും ജീവിതം കേട്ടോ. എന്നാൽ കൂടി ഇതുപോലുള്ള ഹാപ്പിനെസ് കിട്ടുന്നത് ചുരുക്കമല്ലേ. അതൊക്കെ എപ്പോഴും കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. മക്കൾക്ക് 1 വയസ്സാവുക, അത് സെലിബ്രേറ്റ് ചെയ്യുക, ചേട്ടൻ്റെ കൂടെയും മക്കളുടെ കൂടെയും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒപ്പം ഇതുപോലെ കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുക. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ.